നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുസ്വാഗതം. ചൈത്ര പൗർണമി എല്ലാവർക്കും ആശംസകൾ. ഹനുമൽ ജയന്തി ആശംസകൾ, 10ാം ഉദയം ആശംസകൾ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭ രാത്രി എന്ന് തന്നെ പറയാം. ചൈത്ര പൗർണമി ആശംസകൾ, ആഞ്ജനേയ ജയന്തി ആശംസകൾ. എല്ലാവർക്കും ചിത്ര പൗർണമി സ്പെഷ്യൽ പരിപാടിയിലേക്ക് സുസ്വാഗതം. സന്ധ്യയ്ക്ക് നമ്മൾ കുറെ സ്തോത്രങ്ങൾ പാരായണം ചെയ്തു. അപ്പോൾ സങ്കല്പിച്ചതായിട്ടുള്ള സൗന്ദര്യലഹരിയും ആപതുന്മൂലന സ്തോത്രവും ചൊല്ലാനുള്ള സമയവും എനർജിയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞുപോയി 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പം അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട്
ഈ ചൈത്ര പൗർണമി ധന്യമാക്കിക്കൊണ്ട് ഇനി വരും പൗർണമികളൊക്കെ, ചൈത്ര പൗർണമി മാത്രമല്ല എല്ലാ പൗർണമികളും ദേവി ഉപാസനയ്ക്ക് ഉത്തമമായിട്ടുള്ള രാത്രികളാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവും പോലെയൊക്കെ വരുന്ന പൗർണമികളിലൊക്കെ സ്തോത്രങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്. അതിലേക്കുള്ളൊരു പ്രചോദനം, പ്രോത്സാഹനം ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വിശേഷാൽ ചൈത്ര പൗർണമി പാരായണം ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മളിവിടെ ആശ്രമം പണിയുന്നതായിട്ടുള്ള സമയത്ത് ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പൗർണമിക്കും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തുക, രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ലളിതാ സഹസ്രനാമാർച്ചന, മറ്റ് ദേവീ സ്തോത്രങ്ങളുടെ പാരായണം ഒക്കെ ചെയ്തുകൊണ്ട് മുറ്റത്ത്, നല്ല സൗകര്യമുള്ള മുറ്റത്ത്, പൗർണമിക്ക് ചന്ദ്രൻ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ആ പൂർണ്ണചന്ദ്രനിൽ സാക്ഷാൽ ലളിതാംബികയെ കണ്ടുകൊണ്ട് ദർശിച്ചുകൊണ്ട് അവിടെ മുറ്റത്തിരുന്നു കൊണ്ട് പാരായണം ചെയ്യാം. നല്ല രസമുള്ള പരിപാടിയാണ്. മഴക്കാലത്ത് നടക്കില്ല, ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ നമ്മുടെ ഈ കെട്ടിടം പണിയൊക്കെ നടക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്ന കാര്യമാണ്. ഇനി ഭഗവതി തന്നെ അത് തീരുമാനിച്ച് നടത്തട്ടെ. നമ്മളെ പലതരത്തിലുള്ള പ്രാരബ്ധങ്ങളും തിരക്കുകളും കാരണം നമ്മൾ അത് എന്താ പറയുക മറന്ന് അല്ലെങ്കിൽ കടന്നു പോകും. എപ്പോഴാണ് ഭഗവതി പറയണത് ഇനി പൗർണമികൾ തോറും രാത്രികളിലൂടെ ഇരുന്ന് ദേവി ഉപാസന ചെയ്യാൻ എപ്പോഴാണ് ദേവി പ്രേരിപ്പിക്കണമെന്ന് വെച്ചാൽ അപ്പം തുടങ്ങാം. രാത്രി 12 മണി വരെയോ 1 മണി വരെയോ അങ്ങനെയുള്ള പാരായണങ്ങളുമായിട്ട് കഴിച്ച് പിന്നെ വന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഇവിടെ ഒരു 1 നൈറ്റ് ക്യാമ്പ്, രാവിലെ പുഴയുണ്ട്, കുളമുണ്ട്, ഏതിൽ വേണമെങ്കിൽ കുളിക്കാം. എന്നിട്ട് രാവിലെയും ഒരു ജപമൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന മാതിരി അങ്ങനെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചോളൂ, പൗർണമി തോറും ഒത്തുകൂടാനായിക്കൊണ്ട്. ഏതായാലും ഈ മഴക്കാലം അങ്ങോട്ട് കഴിയട്ടെ. അതുവരെ നമുക്ക് ശരി ഓൺലൈനായിട്ട് പറ്റുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ഒക്കെ ചെയ്യാം. നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, പൗർണമിയാണ്, രാത്രി പാരായണം വേണം എന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അപ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം. നിങ്ങൾ ആവശ്യപ്പെടണം, ഞാൻ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ആവരുത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവണം, എല്ലാവരും കൂടി പാരായണം ചെയ്യണമെന്നുള്ള ഒരു ഭാവത്തിൽ എൻജോയ് ചെയ്യണം, സന്തോഷമായിട്ട് ചെയ്യാം. അപ്പോൾ പൗർണമികളിൽ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നാരായണ. ഇന്നിപ്പോൾ തീയതി ഏപ്രിൽ 23. ഇനി വരുന്ന അമാവാസിയാണ്. മെയ് 7 വരെ അമാവാസി. അത് കഴിഞ്ഞാൽ മെയ് 8 മുതൽ 12 വരെ, പ്രഥമ മുതൽ പഞ്ചമി വരെ 5 ദിവസം ശങ്കര ജയന്തി ആഘോഷങ്ങളാണ്. ശങ്കര ജയന്തി ആഘോഷങ്ങളാണ് കാലടിയിൽ മെയ് 8 മുതൽ 12 വരെ, പ്രഥമ മുതൽ പഞ്ചമി വരെ. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് കാലടിയിലേക്ക് വരാൻ തയ്യാറാവുക എല്ലാവരും. 9-ാം തീയതി എറണാകുളത്ത് വെച്ച് സമ്പൂർണ്ണ സൗന്ദര്യലഹരി പാരായണമുണ്ട് ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ. കാരണം ചിന്മയാനന്ദ സ്വാമിയുടെ 108-ാം ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച്
ചിന്മയ ശങ്കരം എന്ന പേരിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ച് ഇതുപോലെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെയ് 8 ചിന്മയ ജയന്തിയാണ്. മെയ് 9 ശങ്കരാചാര്യരെ സ്മരിച്ചുകൊണ്ട് സൗന്ദര്യലഹരി പാരായണം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. അപ്പോൾ എല്ലാവരും തയ്യാറായിരിക്കുക. മെയ് 9 എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ എത്തിച്ചേരുക. വൈകുന്നേരം 3 മണിക്കോ 4 മണിക്കോ ആണ് പരിപാടി വെച്ചിട്ടുള്ളത്. ഓക്കെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ കാലടിയിൽ ഉണ്ടാവും. എല്ലാവരും തയ്യാറായിരിക്കുക. കാലടിയിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ടുള്ള പൗർണമി ഓർമ്മിപ്പിച്ചാൽ നമുക്ക് വീണ്ടും നമ്മുടെ രാത്രിയുള്ള ഈ ദേവി ഉപാസന, സ്തോത്രങ്ങൾ, പാരായണം എല്ലാം തുടരാവുന്നതാണ്. എറണാകുളത്ത് പ്രോഗ്രാം 9-ാം തീയതി മെയ് 9 2 മണിക്കാണ് ഉച്ചയ്ക്ക്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഊണ് കഴിഞ്ഞ ശേഷമാണ്. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും വരിക. നമുക്കിപ്പോൾ തുടരാം. 8 മണിക്ക് നിർത്തിയിടത്തുനിന്ന് തുടരാം. എല്ലാവരും കാലടിയിൽ വരൂ. അന്നത്തെ സമയത്ത് വരൂ. ശങ്കര ജയന്തിയോട് ചേർന്ന് വരൂ. അപ്പൊ കാണാം. നാരായണ. അപ്പൊ നമുക്ക് ആദ്യം ആഞ്ജനേയ സ്വാമിയെ തന്നെ സ്മരിക്കാം. രാവിലെ ചൊല്ലിയ ശങ്കരാചാര്യ കൃതമായിട്ടുള്ള ഹനുമൽ പഞ്ചരത്നം ഒന്നുകൂടെ ചൊല്ലാം. ഹനുമൽ പഞ്ചരത്നം വളരെ നല്ലൊരു സ്തുതിയാണ്. 5 ശ്ലോകങ്ങളേ ഉള്ളൂ. ചെറിയ ശ്ലോകങ്ങളാണ്. നാരായണ. ഓം ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം വന ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമഃ രാക്ഷസാന്തകം. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. പേജ് 269 നമ്മുടെ ശങ്കരസ്തോത്ര മഞ്ജരി പുസ്തകത്തില് 269-ാം പേജ്. വീതാഖില വിഷയേച്ഛം ജാതാനന്ദാശ്രുപുളകമത്യച്ഛം സീതാപതിദൂതാദ്യം വാതാത്മജമദ്യ ഭാവയേ ഹൃദ്യം. തരുണാരുണമുഖകമലം കരുണാരസപൂർണപൂരിതാപാംഗം സഞ്ജീവനമാശാസേ മഞ്ജുളമഹിമാനമഞ്ജനാഭാഗ്യം. ശംബരവൈരിശരാധികം അംബുജദള വിപുലലോചനോദാരം കമ്പുകളമനിലദിഷ്ടം
ബിംബജ്വലിതോഷ്ഠമേകമവലംബേ ദൂരീകൃതസീതാർത്തിഃ പ്രകടീകൃതരാമവൈഭവസ്ഫൂർത്തിഃ ദാരിതദശമുഖകീർത്തിഃ പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തിഃ വാനരനികരാഭ്യക്ഷം ദാനവകുലകുമുദരവികരസദൃക്ഷം ദീനജനാവനദക്ഷം പവനതപഃപാഗപുഞ്ചമദ്രാക്ഷം ഏതത്പവനസുതസ്യ സ്തോത്രം യഃ പഠതി പഞ്ചരത്നാഖ്യം ചിരമിഹ നിഖിലാൻ ഭോഗാൻ ഭുക്ത്വാ ശ്രീരാമഭക്തിഭാഗ് ഭവതി ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ഹനുമൽ പഞ്ചരത്നസ്തോത്രം സമ്പൂർണം. ഹരി ഓം. ഇനി മീനാക്ഷി സ്തോത്രം 108 പേജിൽ വീണ്ടും മധുര മീനാക്ഷിയെ ഒന്നുകൂടെ സ്മരിച്ചുകൊണ്ട് മീനാക്ഷി സ്തോത്രം 108 8 ശ്ലോകങ്ങളുള്ള ഒരു അഷ്ടകമാണ്. ഓം ശ്രീവിദ്യേ ശിവവാമഭാഗനിലയേ ശ്രീരാജരാജാർച്ചിതേ ശ്രീനാഥാദിഗുരുസ്വരൂപവിഭവേ ചിന്താമണി പീഠികേ ശ്രീവാണീ ഗിരിജാനുതാംഗ്രികമലേ ശ്രീശാംഭവി ശ്രീശിവേ മധ്യാഹ്നേ മലയധ്വജാദിവസുതേ മാം പാഹി മീനാംബികേ ചക്രസ്ഥേ അചപലേ ചരാചര ജഗന്നാഥേ ജഗത്പൂജിതേ ആർത്താളീ വരദേ നതാഭയകരേ വക്ഷോജഭാരാന്വിതേ വിദ്യേ വേദകലാപമൗലി വിദിതേ വിദ്യുല്ലതാ വിഗ്രഹേ മാതഃ പൂർണ്ണസുധാരസാർദ്രഹൃദയേ മാം പാഹി മീനാംബികേ കോട്ടീരാംഗദരത്നകുണ്ടലധരേ കോദണ്ഡബാണാഞ്ജിതേ കോഗാകാരകുചദ്വയോപരിലസത്പ്രാലംബിഹാരാഞ്ജിതേ ശിഞ്ചന്നൂപുരപാദസാരസമണി ശ്രീപാദുകാലങ്കൃതേ മദ്ദാരിദ്ര്യഭുജംഗാരുഡഖഗേ മാം പാഹി മീനാംബികേ ബ്രഹ്മേശാച്യുതഗീയമാനചരിതേ പ്രേതാസനന്ദസ്ഥിതേ പാശോദങ്കുശചാപബാണകലിതേ ബാലേന്ദുചൂടാഞ്ജിതേ ബാലേ ബാലകുരംഗലോലനയനേ ബാലാർക്കകോട്യോജ്വലേ മുദ്രാരാധിതദൈവതേ മുനിസുതേ മാം പാഹി മീനാംബികേ ഗന്ധർവാമരയക്ഷപന്നഗനുതേ ഗംഗാധരാലിംഗിതേ ഗായത്രീ ഗരുഡാസനേ കമലജേ സുശ്യാമളേ സുസ്ഥിതേ ഖാദീതേ കലദാരുപാവകശിഖേ ഗദ്യോദകോട്യുജ്വലേ മന്ത്രാരാധിതദേവതേ മുനിസുതേ മാം പാഹി മീനാംബികേ
നാദേ നാരദതുംബുരാദ്യവിനുതേ നാദാന്തനാദാത്മികേ നിത്യേ നീലലതാത്മികേ നിരുപമേ നീവാരശോകോപമേ കാന്തേ കാമകലേ കദംബനിലയേ കാമേശ്വരാംഗസ്ഥിതേ മദ്വിദ്യേ മദഭീഷ്ടകൽപലതികേ മാം പാഹി മീനാംബികേ വീണാനാദനിമീലിതാർദ്ധനയനേ വിശ്രസ്തചൂളീഭരേ താംബൂലാരുണപല്ലവാധരയുതേ താടങ്കഹാരാന്വിതേ ശ്യാമേ ചന്ദ്രകലാവതം സകലിതേ കസ്തൂരികാഭാലികേ പൂർണേ പൂർണകലാഭിരാമവദനേ മാം പാഹി മീനാംബികേ ശബ്ദബ്രഹ്മമയീ ചരാചരമയീ ജ്യോതിർമയീ വാങ്മയീ നിത്യാനന്ദമയീ നിരഞ്ജനമയീ തത്വം മയീ ചിന്മയീ തത്വാതീതമയീ പരാത്പരമയീ മായാമയീ ശ്രീമയീ സർവൈശ്വര്യമയീ സദാശിവമയീ മാം പാഹി മീനാംബികേ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം മീനാക്ഷി സ്തോത്രം സമ്പൂർണം. നാരായണ. ഇനി നമുക്ക് സൗന്ദര്യലഹരിയിലേക്ക് പോകാം. എല്ലാ സ്തോത്രങ്ങളും വായിക്കാൻ തോന്നും, പക്ഷെ നമുക്ക് സമയം പരിമിതപ്പെടുത്തണം. നാരായണ. സൗന്ദര്യലഹരി നമുക്ക് കുറെ ശ്ലോകങ്ങൾ നോക്കാം. 41 വരെ നോക്കാം. ആദ്യം നാരായണ. എൻ്റെ ഒറിജിനൽ രീതി വേറെയാണ്, പക്ഷെ ഞാൻ അതിലേക്ക് പോകാതെ എല്ലാവരും ചൊല്ലുന്ന ആ രീതിയിലേക്ക് വരാൻ ശ്രമിക്കാം. നമ്മുടെ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയിലൂടെ കർണാടകയിൽ നിന്നുള്ള ദിനേഷ് ഹെഗ്ഡേജിയുടെ ആ പാരായണമാണല്ലോ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാനും തുടരാൻ ശ്രമിക്കാം. അറിയാതെ ചിലപ്പോൾ എൻ്റെ വഴിക്ക് പോകും. പോകാതിരിക്കട്ടെ, ഒരേ വഴിക്ക് തന്നെ വരട്ടെ. നാരായണ. ഓം സൗന്ദര്യലഹരി കർത്രേ. ശങ്കരാചാര്യ സ്വാമിക്ക് നമസ്കാരം. ശരി. സർവമംഗളദായിനെ ശങ്കരാചാര്യവര്യായ ശങ്കരാചാര്യവര്യായ 4ാമത്തെ വരി ഓർമ്മ വരില്ല. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ഓക്കെ, താങ്ക് യു. എല്ലാവരും കൂടി ഓർമ്മിപ്പിച്ചു. യതിരാജായ തേ നമഃ. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ.
ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും. വരുന്നില്ലല്ലോ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യഃ പ്രഭവതി. തനീയാം സംപാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാൻ അവികലം. വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാ ഹരഃ സംക്ഷുദ്ധ്യൈനം ഭജതി ബസിതോദ്ദൂളനവിധിം. അവിദ്യാനാമന്ദസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യ സ്തബകമകരന്ദശ്രുതിഝരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. ത്വദന്യഃ പാണിഭ്യാം അഭയവരദോ ദൈവതഗണഃ ത്വമേകാ നൈവാസി പ്രകടിതവരാഭീത്യഭിനയാ. ഭയാത്രാതും ദാതും ഫലമഭി ച വാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ. ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത്. സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതി മോഹായ മഹതാം. ധനുഃ പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാ വസന്തഃ സാമന്തോ മലയമരുദായോദനരദഃ. തദാപ്യേകഃ സർവം ഹിമഗിരിസുതേ കാമപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയത്തെ. ക്വണത്കാഞ്ചീദാമാ കരികളഭകുംഭസ്തനനതാ പരീക്ഷീണാ മധ്യേ പരിണതശരചന്ദ്രവദനാ. ധനുർബാണാൻ പാശം ശ്രേണിമപി ദധാനാ കരതലൈഃ പുരസ്താദാസ്തം നഃ പുരമതിദുരാഹോ പുരുഷികാ. സുധാസിന്ധോർമധ്യേ സുരഭിടപിമാടീ പരിവൃത്തെ മണിദ്വീപേ നീപോപവനപതി ചിന്താമണിഗൃഹേ. ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരീം. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി. മനോപി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപദം സഹസ്രാരേ പദ്മേ സഹർഹസി പത്യാ വിഹരസേ. സുധാധാരാസാരൈഃ ചരണയുഗളാന്തർവിഗളിതൈഃ
പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസഃ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമദ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിഷികുലകുണ്ഡേ കുഹരിണീ ചതുർഭിഃ ശ്രീകണ്ഠൈഃ ശിവയുവതിഭിഃ പഞ്ചഭിരപി പ്രഭിന്നാഭിഃ ശംഭോഃ നവഭിരപി മൂലപ്രകൃതിഭിഃ ചതുശ്ചത്വാരിംശത് വസുദളകലാസ്രത്രിവലയത്രിരേഖാഭിः സാർദ്ധം തവ ശരണകോണാഃ പരിണതാഃ ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാ കൽപ്പന്തേ കഥമപി വിരിഞ്ചിഃ പ്രഭൃതയഃ യദാ ലോകൗത്സുക്യാദ് അമരലലനായാന്തി മനസാ തപോഭിർദുഷ്പ്രാപാം അപി ഗിരിശസായുജ്യ പദവീം നരം വർഷീയാംസം നയനവിരസം നർമ്മസുജടം തവാവാംഗാലോകേ പതിതമനുധാവന്തി ശതശഃ ഗളദ്വേണീബന്ധാഃ കുചകലശവിസ്രസ്തസിചയാ ഹഠാത്രുട്യക്കാഞ്ചോ വിഗളിതദുകൂലായുവതയഃ ക്ഷിതൗ ഷട്പഞ്ചാശത് ദിശമധികപഞ്ചാശതുദഗേ ഹുതാശേ ദ്വാഷഷ്ടിഃ ചതുരധികപഞ്ചാശദനിലേ ദിവി ദിഷട്ത്രിംശത് മനസി ചതുഷ്ഷഷ്ടിരിതിയേ മയൂഖാസ്തേഷാമപ്യുപരി തവ പാദാംബുജയുഗം ശരജ്യോത്സ്നാശുദ്ധാം ശശിയുതജടാചൂഡമകുടാം വരദ്രാസത്രാണസ്ഫടികഘടികാ പുസ്തകകരാം സകൃന്നത്വാ നത്വാ കദമിവ സദാം സന്നിദദതേ മധുക്ഷീരദ്രാക്ഷാ മധുരിമധുരീണാ ഭണിതയഃ കവീന്ദ്രാണാം ചേതകമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കദിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാഃ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദദതി സതാം രഞ്ജനമമീ സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈഃ തനുച്ഛായാഭിസ്തേ തരുണതരണിശ്രീസരണിഭിഃ ദിവം സർവാമുർവീം അരുണിമനിമഗ്നാം സ്മരതി യഃ ഭവന്ത്യസ്യത്രസ്യത്വനഹരിണശാലീനനയനാഃ സഹോർവശ്യാവശ്യാഃ കതി കതി ന ഗീർവാണഗണികാഃ മുഖം ബിന്ദും കൃത്വാ കുചയുഗമധസ്തസ്യ തദഘോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം കിരന്തീമംഗേഭ്യഃ കിരണനികുറുംബാമൃതരസം ഹൃദി ത്വാമാധത്തേ ഹിമകരശിലാമൂർത്തിമിവ യഃ
സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്ദാദിവ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരശിരയാ തടില്ലേഖാതന്മീം തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ഛൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോഃ അപരമപി ശങ്കേ ഹൃതമഭൂത് യദേതത്ത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുചാഭ്യാമാനമ്രം കുടിലശശിചൂഡാലമകുടം ജഗൽസൂതേ ധാതാ ഹരിരവതിരുദ്രഃ ക്ഷപയത്തെ തിരസ്കുറുവന്നേതത് സ്വമപി വപുരീശസ്തിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹ്ണാതി ച ശിവഃ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർബ്രൂലതികയോഃ ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേദേശശ്വത് മുകുളിതകരോത്തം സമകുടാ വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിതദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ ജപോജൽപശില്പം സകലമപി മുദ്രാവിരചനാ ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം സുധാമപ്യാസ്വാദ്യ പ്രതിഭയജരാമൃത്യുഹരിണീം വിപദ്യന്തെ വിശ്വേ വിധിശതമഘാത്യാദിവിശദഃ കരാളം യക്ഷ്വേളം കബളിതവദ കാലകലനാ ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമാ കിരീടം വൈരിഞ്ചം പരിഹരപുരഃ കൈഡബിദഃ കഠോരേ കോടീരേ സ്കലസി ജഹിജം ബാരിമകുടം പ്രണമ്രേഷ്വേദേഷു പ്രസവമുപയാദസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയത്തെ സ്വദേഹോദ്ഭൂതാഭിഃ ഗൃണിഭിരണിമാദ്യാഭിരഭിദോ നിഷേവ്യേ നിത്യേ ത്വാം അഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം തൃണയതോ മഹാസംവർത്താഗ്നിഃ വിരചയതി നീരാജനവിധിം ചതുഷ്ഷഷ്ട്യായന്ത്രൈഃ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം
സ്ഥിതസ്തത്തൽ സിദ്ധിപ്രസവ പരതന്ത്രൈഃ പശുപതി പുനസ്ത്വം നിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം ശിവശക്തി കാമഃ ക്ഷിതിരദർവിശീതകിരണഃ സ്മരോഹം സശക്രഃ തദനു ച പരാമാരഹരയഃ അമീഹൃല്ലേഖാഭിഃ തിസൃഭിരവസാനേഷു ഗഡിതാഃ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിദമാദൗ തവ മനോഃ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹ്വന്തഃ സുരഭിഘൃതധാരാഹുതിശതൈഃ ശരീരം ത്വം ശംഭോഃ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം അതശേഷശേഷീത്യയമുഭയസാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസപരാനന്ദപരയോഃ മനസ്ത്വം വ്യോമത്വം മരുദസി മരുൾസാരഥിരസി ത്വമാപസ്ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ തവാജ്ഞാചക്രസ്തം തപനശശികോടിദ്യുതിധരം പരം ശംഭും വന്ദേ പരിമിളിതപാർശ്വം പരചിതാ യമാരാധ്യൻ ഭക്ത്യാ രവിശശിശുചീനാമവിഷയേ നിരാലോകേ അലോകേ നിവസതി ഭാലോകഭുവനേ വിശുദ്ധൗ തേ ശുദ്ധസ്ഫടികവിശദം വ്യോമജനകം ശിവം സേവേ ദേവീമപി ശിവസമാനവ്യവസിതാം യയോഃ കാന്ത്യാജാന്ത്യാഃ ശശികിരണസാരൂപ്യ സരണേഃ വിധൂതാന്തർദ്വാന്താ വിലസതി ചകോരീവ ജഗതി സമുന്മീലത്സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാദഷ്ടാദശ ഗുണിത വിദ്യാപരിണതിഃ യദാ ദത്തേ ദോഷാദ് ഗുണമഖിലമദ്ഭ്യഃ പയ ഇവ തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി തടിത്വന്തം ശക്ത്യാ തിമിരപരിപന്തിസ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണപരിണദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം തവാധാരേ മൂലേ സഹസമയയാലാസ്യ പരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉപാഭ്യാമേതാഭ്യാം ഉദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിതം സനാദാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിതം
നാരായണ. നാരായണ. നൂറാമത്തെ ശ്ലോകം കൂടി ചൊല്ലി സമർപ്പിക്കുന്നു. പ്രദീപജ്വാലാഭിഃ ദിവസകര നീരാജനവിധിഃ സുധാസൂതേഃ ചന്ദ്രോപലജലലവൈരർഘ്യരചനാ സ്വകീയൈരംബോഭിഃ സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭിഃ തവ ജനനി വാചാം സ്തുതിരിയം ത്വദീയാഭിർവാഗ്ഭിഃ തവ ജനനി വാചാം സ്തുതിരിയം. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ആനന്ദലഹരി സമ്പൂർണ. ആനന്ദലഹരി മാത്രമേ വായിച്ചുള്ളൂ, സൗന്ദര്യലഹരി മുഴുവൻ വായിച്ചില്ല. നാരായണ. ഇനി നമുക്ക് ആപതുന്മൂലന ദുർഗാസ്തോത്രം, ദേവീ മഹാത്മ്യത്തിന്റെ സംഗ്രഹം. 9 ശ്ലോകങ്ങൾ. അഷ്ടകമാണ്. ഫലശ്രുതി അടക്കം 9 ശ്ലോകങ്ങൾ. ഓം നമശ്ചണ്ഡികായൈ. ഓം ആപതുന്മൂലന ശ്രീ ദുർഗാസ്തോത്രം. ദേവി മഹാത്മ്യ പുസ്തകം നമ്മുടെ ഉള്ളത് 166 പേജിലാണ്. നമ്മുടെ പുസ്തകം ആരുടെയിലൊക്കെ ഉണ്ടോ? 166 പേജ്. ഓ ലക്ഷ്മീശേ യോഗനിദ്രാം പ്രഭജതി ഭുജഗാദീശതൽപേ സദർപ്പൗ ഉൽപ്പന്നൗ ദാനവൗ തത്ശ്രവണമലമയാംഗൗ മധും കൈഡബം ച ദൃഷ്ട്വാ ഭീതസ്യ ദാതുസ്തുതിഭിരഭിനുദാം ആശുതൗ നാശയന്തീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപതുന്മൂലനായ. യുദ്ധേ നിർജിത്യ ദൈത്യസ്ത്രിഭുവനമഖിലം യസ്തദീയേഷു ധിഷ്ണ്യേഷ്വാസ്താപ്യ സ്വാൻ വിധേയാൻ സ്വയമഗമദസൗ ശക്രദാം വിക്രമേണ തം സാമാപ്യാപ്തമിത്രം महिषमभिनिहत्यास्य मूर्धादिरूढाम् दुर्गां देवीं प्रपद्ये शरणमहम् अशेषापदुन्मूलनाय. विश्वोत्पत्तिप्रणाशस्थितिविहृतिपरे देवि घोरामरारित्रासात्रातं कुलं नः पुनरभिजमहासङ्गडेष्वीदृशेषु आविर्भूयाः पुरस्तादिति शरणनमत्सर्वगीर्वाणवर्गाम् दुर्गां देवीं प्रपद्ये शरणमहम् अशेषापदुन्मूलनाय. हन्तुं शुम्भं निशुम्भं त्रिदशगणनुतां हेमडोलां हिमाद्रौ आरूढां व्यूढदर्पान् युधि निहतवतीं धूम्रदृक्चण्डमुण्डान् चामुण्डाख्यां ददानां
ഉപശമിത മഹാരക്തബീജോപസർഗാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ബ്രഹ്മേശ സ്കന്ദ നാരായണ കിടി നരസിംഹേന്ദ്ര ശക്തി സ്വഭൃത്യാഃ കൃത്വാ ഹത്വാ നിശുംഭം ജിതവിബുധഗണം ത്രാസിതാശേഷലോകം ഏകീഭൂയാദ ശുംഭം രണശിരസി നിഹത്യാസ്ഥിതാം ആപ്തഖഡ്ഗാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ത്രായസ്വ സ്വാമിനീതി ത്രിഭുവന ജനനി പ്രാർത്ഥനാ ത്വയ്യപാർത്ഥ പാല്യന്തേഭ്യർത്ഥനായാം ഭഗവതി ശിശവഃ കിം അനന്യാ ജനന്യാ തത്തുഭ്യം സ്യാം നമസ്യേത്യവനത വിബുധാഹ്ലാദി വീക്ഷാ വിസർഗാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ത്രൈഗുണ്യാനാം ഗുണാനാം അനുസരണകലാകേളിനാനാവതാരാം ത്രൈലോക്യത്രാണശീലാം ധനുജകുലവനീവന്നികീലാലലീലാം ദേവീം സച്ചിന്മയീം താം വിതരിത വിനമത്സത്രിവർഗാപവർഗാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ഉൽപ്പന്നാനന്ദചേതി സ്വയമവനിതലേ ശുംഭമന്യം നിശുംഭം ഭ്രാമര്യാഖ്യാരുണാഖ്യം പുനരപി ജനനീ ദുർഗമാഖ്യം നിഹന്തും ഭീമാശാകംബരീതി ത്രുടിതരിപുബടാം രക്തദന്തേതി ജാതാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ യേ തം സന്തഃ പടന്തുസ്തവമഖില വിഭജ്ജാലതൂലാനലാപം ഹൃന്മോഹദ്വന്ദ്ഭാനുപ്രതിമമഖില സങ്കൽപകൽപദ്രുകൽപം ദൗർഗം ദൗർഗത്യഘോരാതപതുഹിനകരപ്രത്യം അംഹോ ഗജേന്ദ്രശ്രേണീ പഞ്ചാസ്യ ദേശ്യം വിപുലഭയദകാലാഹിതാർക്ഷ്യപ്രഭാവം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപദുന്മൂലനായ ഇതി ആപദുന്മൂലന ദുർഗാസ്തോത്രം സമ്പൂർണം. നാരായണ. ഹരി ഓം. അപ്പൊ ഇനി ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം കൂടി ചൊല്ലി സമർപ്പിക്കാം. പേജ് 213 പേജിലെ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം. ഓം ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ചാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതി കദാ ന ജാനേ മുദ്രാസ്തേ
തദപി ജന ജാനേ വിലപനം പരം ജാനേ മാദഃ ത്വദനുസരണം ക്ലേശഹരണം വിധേരജ്ഞാനേന ദ്രവിണവിരഹേണാലസതയാ വിധേയാശക്യത്വാദ് തവ ചരണയോർയാച്യുതിരഭൂത് തദേദക്ഷന്തവ്യം ജനനി സകലോദ്ധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി പൃഥിവ്യാം പുത്രാസ്തേ ജനനി ബഹവഃ സന്തി സരളാഃ പരം തേഷാം മധ്യേ വിരളതരളോഹം തവ സുതഃ മദീയോയം ത്യാഗഃ സമുചിതമിദം നോ തവ ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി ജഗന്മാതർമാതഃ തവ ചരണസേവാ ന രചിതാ ന വാ ദത്തം ദേവി ദ്രവിണമപി ഭൂയസ്തവ മയാ തദാപി ത്വം സ്നേഹം മയി നിരുപമം യത് പ്രകുരുഷേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി പരിത്യക്താ ദേവാ വിവിധ വിധി സേവാകുലതയാ മയാ പഞ്ചാശീതേരധികമപനീതേ തു വയസി ഇദാനീം ജന്മാദഃ തവ യദി കൃപാനാപി ഭവിതാ നിരാലംബോ ലംബോദര ജനനി കം യാമി ശരണം സ്വപാകോ ജ്വൽപാകോ ഭവതി മധുപാകോപമഗിരാ നിരാഗംഗോ രംഗോ വിഹരതി ചിരം കോടികനകൈഃ തവാഭർണേ കർണേ വിശതി മനുവർണേ ബലമിദം ജനകോ ജാനീതേ ജനനി ജനനീയം ജപവിധൗ ചിതാഭസ്മാലേപോ ഗരളമശനം ദിക്പടധരോ ജടാധാരീ കണ്ഠേ ഭുജഗപതിഹാരീ പശുപതി കപാലീഭൂതേശോ ഭജതി ജഗദീശൈക പദവീം ഭവാനി ത്വൽപാണിഗ്രഹണ പരിപാടി ബലമിദം നമോക്ഷസ്യാകാംക്ഷ ഭവ വിഭവ വാഞ്ചാപി ച നമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ അതസ്ത്വാം സംയാചേ ജനനി ജനനം യാതു മമ വൈ മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപദഃ നാരാധിദാസി വിധിനാ വിവിധോപചാരൈഃ കിം രൂക്ഷചിന്തനപരൈർന കൃതം വചോഭിഃ ശ്യാമേ ത്വമേവ യദി കിഞ്ചന മയ്യനാദേ ദൽസേ കൃപാം ഉചിതമംബ പരം തവൈവ ആപൽസുമഗ്നസ്മരണം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേശി നൈതത്സടത്വം മമ ഭാവയേദാഃ ക്ഷുധാതൃഷാർദ്ധാ ജനനീം സ്മരന്തി ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണാ കരുണാസ്തി ചേന്മയി അപരാധ പരമ്പരാ പരം നഹി മാതാ സമുപേക്ഷത്തെ സുതം മത്സമഃ പാദകീ നാസ്തി പാപഗ്നി ത്വൽസമാ നഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തദാ കുരു മത്സമഃ പാദകീ നാസ്തി പാപഗ്നി ത്വൽസമാ നഹി
ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തദാ കുരു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ദേവ്യപരാധക്ഷമാപണ സ്തോത്രം സമ്പൂർണം. ഹരി ഓം. അപ്പൊ സമർപ്പിക്കാം. ഇനി ഉറക്കം വരാത്തവർ നിങ്ങൾ സ്വയം ഇഷ്ടമുള്ളതൊക്കെ പാടിക്കൊണ്ടിരിക്കുക. ഉറക്കം വരുമ്പോൾ പോയി കിടക്കുക. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ചൈത്ര പൗർണമി ആശംസകൾ. നാരായണ. അപ്പൊ ഇനി അടുത്ത പൗർണമിക്ക് ഓർമ്മിപ്പിക്കൂ. നോക്കാം നമുക്ക്. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം. നാരായണ. നാരായണ. ഹരി ഓം. ഹരി ഓം.